ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും ചില ആപ്ലിക്കേഷനുകൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അത് ക്ലോസ് ആവില്ല, അതായത് നമ്മൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിളിന് ഈ VLC പ്ലെയറൊക്കെ അധികവും അങ്ങനെ ആവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ എത്ര ശ്രമിച്ചു, അതായത് എത്ര വട്ടം ക്ലിക്ക് ചെയ്തിട്ടും ക്ലോസ് ആവുന്നില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ Ctrl+Shift+Escape എന്ന് പറയുന്ന ഈ 3 കീസ് ഒന്നിച്ച് പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റാർട്ട് എടുത്തിട്ട് അതിൽ ടാസ്ക് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെനു വരും. വിൻഡോസ് 7 Ctrl+Shift+Escape പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മെനു നിങ്ങൾക്ക്, ഈ പറയുന്ന വിൻഡോ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ, അതായത് ഞാൻ സോണി വേഗാസ് എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയറിൽ വീഡിയോ റെൻഡർ ചെയ്യാൻ വേണ്ടി വെച്ചു. ജസ്റ്റ് ക്യാൻസൽ അടിച്ചു, ക്യാൻസൽ ഓപ്പറേഷൻ കൊടുത്തു, എന്നിട്ടും ഇതൊന്നും ആവുന്നില്ല, അതായത് ക്യാൻസൽ ആവുന്നില്ല. ഇത് ഇവിടെ തന്നെ കിടന്ന് കളിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ട് ഇത് ക്ലോസ് ആവുന്നില്ല. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ക്ലോസ് വിൻഡോ കൊടുത്തു, ഒരു എസ് കൊടുത്തു, ക്ലോസ് ആവുന്നില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ ഈ വിൻഡോ ക്ലോസ് ചെയ്യാനുള്ള എളുപ്പപ്പണിയാണ് ഞാൻ ഈ പറഞ്ഞ ഈ വിൻഡോ തുറക്കുക. എന്നിട്ട് അതിൽ ഈ വേഗാസ് പ്രോ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓർമ്മിക്കുക, ഇങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡാറ്റയാണോ ചെയ്തു വെച്ചാൽ, സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ക്രാഷായി പോകും. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ സേവ് ചെയ്തിട്ട് റെൻഡർ കൊടുക്കുന്ന സമയത്താണ് ഞാൻ ക്യാൻസൽ അടിച്ചത്. അപ്പോൾ എൻ്റെ ഡാറ്റ പോകത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു വെച്ച ഓപ്പറേഷൻ ഒന്നും സേവ് ആവില്ല. അത് പെട്ടെന്ന് ഇപ്പം കമ്പ്യൂട്ടർ ഓഫായി പോയി എന്താ സംഭവിക്കുക, അതേപോലെ തന്നെ ക്ലോസ് ആയി പോകാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏതാണോ ടാസ്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എൻഡ് ടാസ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഡൺ. നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോയി. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. വിൻഡോസ് കീയും പിന്നെ ഡിയും, Windows+D പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയറിൽ നിന്നും പെട്ടെന്ന് എക്സിറ്റ് ആയിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് വരാം. ഡെസ്ക്ടോപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ടാസ്ക് മാനേജർ ഒന്നിട്ട് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് ലിങ്ക് കൊടുത്ത് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ടാസ്ക് മാനേജർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഈ താഴെ കാണുന്ന ടാസ്ക് ബാർ ഉണ്ടല്ലോ, അതിൽ തന്നെ പിൻ ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഏത് സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.